ബഡീസ് അങ്ങനെ ഒരു ദിവസത്തെ പ്രശ്നത്തിന് ശേഷം ഇന്ന് കറുപ്പ് സിനിമ റിലീസ് ആയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു റിലീസ് ആവേണ്ട, ഡ്യൂ ടു സം റീസൺസ് ഇന്നലെ റിലീസ് ആയില്ല. അപ്പോൾ അവർ തിരിച്ചു വരിക ചെയ്ത്. അപ്പൊ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്, പോയി കണ്ടു. പടം വാസ് റിയലി നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങളൊരു ഫാൻസിന്റെ വൈബിലേക്ക് ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാം. ഓക്കെ, ഇതൊരു വേറെ എന്തെങ്കിലും ഒരു നോർമൽ സിനിമയോ അല്ലെങ്കിൽ അതൊരു മസാല പടമാണ്. രണ്ടാമത്തെ കാര്യം, അത് ഫാൻസിന്റെ ഒരു ഓളത്തിൽ നിന്ന് കാണേണ്ട പടമാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു മിത്തിക്കൽ മൂവിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാന്റസി മൂവി എന്നോ മിത്തിക്കൽ മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം അങ്ങനെ ഒരു ഇതിലിരുന്ന് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ സിനിമയല്ല. എത്രത്തോളം കണക്ട് ആവുന്നത് ബേസ് ചെയ്തിട്ട് മാത്രം എടുത്തേക്കുന്ന ഒരു പടമാണ്. ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ലൈക്ക് ഐ സെഡ്, ഇതൊരു മിത്തിക്കൽ മൂവിയാണ്. എന്ത് മിത്തിക്കൽ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലോക സിനിമ കാണുന്ന സമയത്ത് അതൊരു മലയാളം മിത്തിക്കൽ ക്യാരക്ടറാണ് ഈ നീലി എന്ന് പറയുന്നത്. അത് ഇൻസ്പയർഡ് ആണ് നമ്മൾ ലോകം എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരു ദൈവമാണ് ഈ കറുപ്പ് സ്വാമി എന്ന് പറയുന്നത്. പല സിനിമകളിൽ കറുപ്പാക്കി വിളിച്ചിട്ട് തമിഴ് സിനിമകൾ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കയ്യിലൊരു അരിവാൾ പിടിച്ച് നിൽക്കുന്ന ഒരു ദൈവം, മീശയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ദൈവമായിട്ടാണ് അവർ കാണിക്കുന്നത്. അതാണ് സൂര്യ ഇതിനകത്ത് ചെയ്യുന്നത്. ഇതൊരു സ്പോയിലർ ഒന്നുമല്ല, കാരണം ഇത് അറിയാതെ നിങ്ങൾ സിനിമ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിട്ട് പോയി കാണുക. പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. അങ്ങനെ ഒരു ദൈവമായിട്ട് തന്നെയാണ് സൂര്യൻ ഈ പടത്തിനകത്ത് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു. കാരണം സായ ബേക്കറിന്റെ മ്യൂസിക് ഒക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ. സൂര്യ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോഴും അതെ, സൂര്യയുടെ ഇൻട്രോ, മറ്റ് സീൻസ്, ഫസ്റ്റ് ഹാഫ് വാസ് റിയലി നൈസ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വല്ല സൂര്യ വാസ് ഇൻക്രെഡിബിളി ഹാൻഡ്സം ഇൻ ദിസ് മൂവി. ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ കാണാൻ നല്ല രസമായിരുന്നു. ആ ഒരു വരവും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ കുറച്ച് പാളി പോയി പടം. അല്ലാതെ ഈവൻ അത്ര ബോറൊന്നും ആയിട്ട് തോന്നിയില്ല. ഹീറോ വേഴ്സസ് വില്ലൻ ഫേസ് ഓഫ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന്റെ ഡയറക്ടറായ RJB അല്ലെങ്കിൽ RJ ബാലാജി എന്ന് പറയുന്ന ആളാണ്. നിങ്ങൾക്കറിയാം, ഞാനും റൗഡി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞാനും റൗഡി, LKG പോലുള്ള സിനിമകളിലൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മൂപ്പര്. നല്ലൊരു ആക്ടറാണ്. അഭിനയിച്ച് ഇറക്കുന്ന ആളല്ല, നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ മൂപ്പരെ പറഞ്ഞ അതൊരു മെയിൻ വില്ലനായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് പറ്റുന്ന പോലെ മൂപ്പരെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റോൾ എന്ന് പറയുന്നത് തൃശ്ശയാണ്. തൃശ്ശ പടത്തിനകത്ത് മൂന്നുള്ള ക്യാരക്ടറാണ്. വലിയ മോശമില്ലാത്തൊരു റോളാണ്, കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടനാണ്. ഫസ്റ്റ് ഹാഫ് ഫുൾ ഇന്ദ്രൻ ചേട്ടന് നല്ല റോളുണ്ട്. ഇമോഷണൽ റോളാണ് മൂപ്പർക്ക് കൊടുത്തേക്കുന്നത്. അത് മൂപ്പർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മലയാളിയായിട്ടാണ് ഇന്ദ്രൻ ചേട്ടനകത്ത് കാണിച്ചേക്കുന്നത്. ഒരുപാട് മലയാളി ആക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ പറയാനുള്ളത് സിനിമയുടെ റെഫറൻസ് ആണ്. ഗോസ്റ്റ് റൈഡർ സിനിമയുടെ റെഫറൻസ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ ലയർ സിനിമയുടെ റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കുറെ ഇതിനകത്ത് കാണാൻ പറ്റും. ഹോളിവുഡ് സിനിമയുടെ റെഫറൻസ്. പിന്നെ RJ ബാലാജിന്റെ തന്നെ കുറെ സിനിമകൾ, LKGന്റെ ഒക്കെ റെഫറൻസ് ഇതിനകത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ലിയോ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സീനല്ല, ഒരു മുഴുവൻ സീൻ, ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സീനായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അയ്യോ എന്താ ചെയ്യാന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിൽ നിങ്ങൾ പോകത്തേ ഉള്ളൂ. അപ്പൊ എല്ലാം മറന്ന് മാക്സിമം ഇരുന്ന് കാണാൻ നോക്കുക. തിയേറ്റർ എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു. ഇതിന്റെ ഒരു കളർ ഗ്രേഡിങ്, സിനിമാറ്റോഗ്രാഫി ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് മെയിൻ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഈ കറുപ്പയ്യ സ്വാമി എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന ലോകത്തുള്ള ഒരു ഗ്രേഡിങ്, അതായത് നരകമല്ല, നരകം പോലത്തെ ഒരു സ്ഥലമാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അതിന്റെ ഒരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷനിൽ അതിനകത്തുള്ള ഫൈറ്റ് സീൻസ്, മറ്റ് സീൻസ്, കുറെ സീൻസ് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അതൊക്കെ ആ കളർ ഗ്രേഡിങ് നല്ല രസമായിരുന്നു. ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ മിക്സിംഗ് ഒക്കെ വളരെ രസമായിരുന്നു. പിന്നെ ഫൈറ്റ് സീൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിലുള്ള കുറച്ച് ഇഷ്യൂസ് ആണ്. വല്ലാതെ ഇത് പോയി. ഫസ്റ്റ് ഹാഫിൽ സൂര്യ കാണാൻ നല്ല രസമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ മൂപ്പര് പ്രോപ്പർ ദൈവമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു മേക്ക് ഓവറിലേക്ക് മൂപ്പർ നല്ലോണം പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സിനിമയുടെ കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് ബോർ അടിക്കത്തില്ല. നിങ്ങൾക്ക് സിനിമ ഇരുന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഒരു സോഷ്യൽ മെസ്സേജ് ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റിസ് ക്യാൻ ബി ഡിലേഡ് ബട്ട് ക്യാൻ ബി ഡിനൈഡ് എന്നുള്ള. ഇതിനകത്ത് പക്ഷെ നമ്മുടെ നാട്ടിൽ ആക്ച്വലി നടക്കുന്ന പ്രശ്നം വെച്ചാൽ ജസ്റ്റിസ് ഈസ് ബോത്ത് ഡിലേഡ് ആൻഡ് ഡിനൈഡ് എന്നുള്ള സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുള്ളത്. അതിനെ ബേസിലേക്ക് എടുത്തിട്ടുള്ള ഒരു സംഭവമാണത്. അത് അവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണല്ലോ. ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആൾക്കാർ 90% ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ കിട്ടാത്തത്. അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ ഇമോഷൻസ് അത്യാവശ്യം കുഴപ്പമില്ല വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലൊന്നും ഇമോഷൻസ് എനിക്ക് കാര്യമായിട്ട് കണക്ട് ആവുക വർക്ക്ഔട്ട് ആവുകയും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ റിവ്യൂ പറഞ്ഞ അതിരടീൻ്റെ കാര്യം. അതിരടി ബോറാണ്, ഇത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇപ്പൊ ഈ വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഏത് സിനിമയാണ് പോയി കാണേണ്ടത്? കറുപ്പ് കാണണോ അതോ
അതിരടി കാണാനോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പേഴ്സണലി തിയേറ്റർ എക്സ്പീരിയൻസ് വൈസ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കറുപ്പ് തന്നെയാണ്. പിന്നെ അതിരടി ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു. ഫസ്റ്റ് ഹാഫ് കളർഫുൾ ആണ്, നല്ലൊരു ക്യാൻവാസിൽ എടുത്ത് കളർഫുൾ ആയിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ടോവിനോയുടെ ഇൻട്രോയ്ക്ക് മുമ്പുള്ള ബേസിലെ പെർഫോമൻസ് ഒക്കെ നല്ല രസമായിരുന്നു. ആഫ്റ്റർ ടോവിനോ വന്നതിന് ശേഷം ഒരു പ്രോപ്പർ വില്ലനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വില്ലന് വേണ്ട ഒരു ഇൻട്രോ മാത്രം അവർ കൊടുത്തിട്ടുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നും ടോവിനോയ്ക്ക് അത് ചെയ്യാനില്ല. ഓക്കെ, ടോവിനോ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. ലൈക്ക് ഐ സെഡ്, ഈ ബേസിലല്ല ഈ പടത്തിന് കഥ പറഞ്ഞെങ്കിൽ ടൊവിനോ ഒരിക്കലും ഈ സ്റ്റോറി അക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ടൊവിനോ ഇല്ലായിരുന്നെങ്കിൽ പ്രൊഡ്യൂസർ ഇത്രയും ബഡ്ജറ്റ് സിനിമയ്ക്കകത്ത് ഇറക്കാനും ചാൻസ് കുറവാണ്. ഓക്കെ, ടൊവിനോ ഒരു വില്ലൻ റോൾ ചെയ്യുന്നതുകൊണ്ട് മോശമൊന്നുമില്ല, പക്ഷേ മൂപ്പറിന്റെ ഇപ്പോഴത്തെ നിലവാരത്തിനനുസരിച്ചുള്ള റോളുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ ഇതിനകത്ത് എന്താ പറയാ, ക്ലൈമാക്സ് ഒക്കെ ആവുന്ന തോന്നുന്നു ടൊവിനോ അല്ലാതെ കോമാളിയാക്കി വിടുന്നുണ്ട് എല്ലാവരും കൂടെ. അപ്പൊ ഞാൻ ഇന്റർവ്യൂലൊക്കെ ആവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫിന് കയറി സെക്കൻഡ് ഹാഫും അങ്ങോട്ട് കയറി പോകുന്നു വിചാരിച്ചു. സെക്കൻഡ് ഹാഫ് ആക്ച്വലി കയറി പോയില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. സെക്കൻഡ് ഹാഫ് താഴോട്ട് പ്രത്യേകിച്ച് അൺഎക്സ്പെക്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ നിങ്ങൾക്ക് ചിലപ്പോൾ റീലോഡ് മീഡിയ അറിയായിരിക്കും, മൂപ്പരാണ് തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു. ഞാൻ പടം കഴിഞ്ഞ് നോക്കുമ്പോൾ മൂപ്പര് പോലും പെട്ടെന്ന് എണീച്ച് പോവുക ഉണ്ടായത്. പടം തീരുന്ന വരെ പോലും മൂപ്പരെ ഞാൻ കണ്ടില്ല. അപ്പോഴത്തേക്ക് മൂപ്പരെ എണീച്ച് പോകുന്നുണ്ട്. മൂപ്പര് മാത്രമല്ല പലവരും എഴുന്നേറ്റ് വരും. കാരണം ക്ലൈമാക്സ് ആവുന്ന തോറും ഭയങ്കരമായിട്ട് ഓഡിയൻസിനെ ഡിസാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അത്. പിന്നെ ഞാൻ അതേപോലെ തന്നെ ചുമ്മാ അല്ലെ പടത്തിനെ പറ്റി നെഗറ്റീവ്, പടം ബോറാണെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പടത്തിന് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫാണ് എപ്പോഴും പടത്തിന് നന്നാവേണ്ടത്. കാരണം ഫസ്റ്റ് ഹാഫ് ബോറാണെങ്കിൽ സെക്കൻഡ് ഹാഫ് നല്ലതാണെന്നുണ്ടെങ്കിൽ പടം കയറും. ഓക്കെ, മറിച്ച് ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് സെക്കൻഡ് ഹാഫ് ബോറാക്കിയ പടം ബോറാണെന്നേ പറയുള്ളൂ. പടം എങ്ങനെ തുടങ്ങുന്നു എന്നല്ല, പടം എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. ലൈക്ക് ഇപ്പൊ പറയുന്ന പോലെ നമ്മുടെ മോഹിനിയാട്ടം, അതായത് ബാലനാട്യം 2 മോഹിനിയാട്ടം പറഞ്ഞ സിനിമ ഫസ്റ്റ് ഹാഫ് ഒക്കെ നോർമൽ തന്നെയാണ്. സെക്കൻഡ് ഹാഫിലുള്ള പടം കത്തിക്കയറുന്നത്, അതാണുള്ള പടം അത്ര ഹിറ്റ് ആവുന്നത്. ആ സിനിമ മാത്രമല്ല, ദൃശ്യം ആയിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ സെക്കൻഡ് ഹാഫിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സിനിമയുടെ ഹിറ്റും ഫ്ലോപ്പും ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് ഫുൾ ഗംഭീരമായിട്ട് സെക്കൻഡ് ഹാഫ് ഫ്ലോപ്പ് ആയ ആൾക്കാർ ഓബിയസ്ലി ഇറങ്ങുന്ന സമയത്ത് പടം നന്നായിട്ടില്ലെന്നേ പറയുള്ളൂ. എനിക്ക് അതിനിടയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം അത് തന്നെയാണ്. ഓക്കെ, ലൈക്ക് യു സെഡ്, എനിക്ക് സിനിമ വർക്കൗട്ട് ആയില്ല ബിക്കോസ് സെക്കൻഡ് ഹാഫ് കുറച്ച് ശോകമായിരുന്നു. പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്റർവെൽ സീനിൽ പോലും അതിലുണ്ടാക്കുന്ന ഹൈ മൊമെന്റ്, ആ സീനിനെ അവർ ക്ലൈമാക്സിൽ ബോറാക്കുന്നുണ്ട്. ടൊവിനോ ഒന്നും അല്ല, ടൊവിനോ ഒരു കോമാളിയാണെന്നുള്ള ലെവലിൽ അത്രയും തരംതാഴ്ന്ന ലെവലിലേക്ക് ടൊവിനോയെ കാണിച്ചുകൊണ്ടാണ് എനിക്ക് പടം വർക്കൗട്ട് ആയാലും പറഞ്ഞത്. ടൊവിനോ അല്ല, ഏത് വില്ലനും ആയിക്കോട്ടെ, അത്യാവശ്യം സ്റ്റാർഡമുള്ള വില്ലനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റോൾ കൊടുക്കുക. ഇവർ അതിന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പാളിപ്പോയതാ, അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ പള്ളിച്ചട്ടമ്പിൽ പൃഥ്വിരാജിന്റെ റോൾ എന്നൊക്കെ പറഞ്ഞ വില്ലനായിട്ട് 5 മിനിറ്റ് ഉള്ളെങ്കിൽ 5 മിനിറ്റ് മൂപ്പരുടെ ഓറേജ് ആകും മാക്സിമം കാണിച്ചിട്ടുണ്ട്. ഇത് മുഴുവനുള്ള കഥാപാത്രം ആയിട്ട് പോലും ടൊവിനോയ്ക്ക് അത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പടം നന്നായിട്ടെന്ന് പറഞ്ഞു. പടത്തിന്റെ സിനിമാറ്റോഗ്രഫി നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, മ്യൂസിക്കും അത്യാവശ്യം കുഴപ്പമില്ല. മ്യൂസിക് ബെറ്റർ ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കറുപ്പ് സിനിമ തന്നെയാണ്. സായം ബേക്കർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മിക്സിങ്, ഫൈറ്റിംഗ് സമയത്ത് ചെയ്തിട്ടുള്ള കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ. അതിരടി സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ച് പറയണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നന്നായി ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ലൊരു ക്യാൻവാസിൽ മാക്സിമം കളർഫുൾ ആയിട്ട് നല്ലപോലെ മ്യൂസിക്കും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ മ്യൂസിക് കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നെങ്കിലും പടം ഓളിനുള്ളിൽ വൻ ക്ലീഷായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഓക്കെ ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ഇത് സിനിമ വർക്കൗട്ട് ആവുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബാക്കി അത്യാവശ്യം എല്ലാ യൂട്യൂബേഴ്സ് എല്ലാവരും പടത്തിന് നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. ആയിട്ടൊന്നും ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ സിനിമ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു, യുവർ ഓഡിയൻസ്. ഞാൻ ആയിരിക്കും സിനിമ പോയി കാണാതെന്നോ പോയി കാണുന്നു പറഞ്ഞ് നിർബന്ധിക്കുന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ പോയി കാണുന്നുണ്ടെങ്കിൽ ഈ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമ പോയി കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറുപ്പും കാണാവുന്നതാണ്, അതിടയും കാണാവുന്നതാണ്. ഞാൻ പ്രിഫർ ചെയ്ത് കറുപ്പാണെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. രണ്ടിനും സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, കുറെ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതിരടി എന്ന് പറഞ്ഞ ഒരു നോർമൽ സിനിമയാണ്. കാരണം അതിൽ യുക്തിത്വം ഇല്ലായ്മ ചോദ്യം ചെയ്യാൻ പറ്റും. കറുപ്പിൽ അത് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ഒരു ലോജിക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. ദൈവം ഭൂമിയിലേക്ക് വരുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, നിങ്ങളുടെ ടേസ്റ്റ് എന്താണ്, അതിനനുസരിച്ച് നിങ്ങൾ പോയി കാണുക. രണ്ട് സിനിമയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു തിയേറ്ററിൽ ഫാൻസിന്റെ വൈബിലൂടെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കി നിങ്ങളുടെ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഓക്കെ ഗൈസ്, ബൈ.